ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയാണ്. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയിൽ 7500 കലാകാരന്മാരാണുള്ളത്. ബഹുമാനപ്പെട്ട ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറിൻ്റെ അദ്ദേഹവും എല്ലാവരും കൂടെ ഒരുമിച്ച് നേരം നടത്തുന്ന ഒരു സംഘടനയാണ്. 2 കാര്യത്തിനാണ് ഞാൻ വന്നത്. ഒന്ന്, ഞാൻ ഇപ്പോൾ സതീഷ് ചേട്ടനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒരു 16-ാം തീയതി ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ സൗണ്ട് സിസ്റ്റം രാത്രി 1 അത് പാക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കൂടുതലാണ്, കുറച്ചോളൂ ഹൗളിയാണേ. 2 പേര് വന്നിട്ട് ഈ സൗണ്ട് സിസ്റ്റത്തിനെ മുഴുവനും തല്ലി. ഇത് കേരളത്തിൽ നടന്നൊരു വിഷയമാണ്, ആലപ്പുഴയിലല്ല. അപ്പോൾ ഇവിടെ ഒരവസരം കിട്ടിയപ്പോൾ വന്നാണ്. അത് ഇതുവരെയായിട്ടും അവർക്ക് ഒരു FIR ഫയൽ ചെയ്തു, പക്ഷേ ഇതുവരെയായിട്ടും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അവരെ ഇതുവരെയായിട്ടും പിടിച്ചിട്ടില്ല. ആ സൗണ്ട് സിസ്റ്റംകാർ വലിയൊരു പ്രശ്നത്തിലാണ്. തിരുവനന്തപുരത്ത് നടന്നൊരു വിഷയമാണ്. അപ്പോൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ വലിയ കാര്യം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ എല്ലാത്തിനും സമയം നീട്ടിക്കൊണ്ടിരിക്കുക, എല്ലാത്തിനുള്ള സമയം നീട്ടി. ഒരു പ്രോഗ്രാം 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പല സ്ഥലങ്ങളിലും സൗണ്ട് സിസ്റ്റം എൻജിനീയറെ അറസ്റ്റ് ചെയ്യലും അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് 10 മണി കഴിഞ്ഞാൽ. സാധാരണ ഒരു അമ്പലപരിപാടി തുടങ്ങുന്നത് തന്നെ നമുക്കൊരവസരം കിട്ടുന്നത്, ഗാനമേളക്കാർക്ക് അവസരം കിട്ടുന്നത് അവരുടെ പൂജാകർമ്മങ്ങളും അല്ലെങ്കിൽ അവരുടെ ഉത്സവം കഴിഞ്ഞിട്ട് ഒരു 9 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. പക്ഷേ 10 മണിയാകുമ്പോൾ പ്രോഗ്രാം നിർത്തണം. എന്നാൽ മറ്റുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സമയം നീട്ടി പോകുന്നുണ്ട്. അത് അതൊന്നൊരു പ്രശ്നമില്ല, നമുക്കതിൽ പരാതിയില്ല. പക്ഷേ എന്തുകൊണ്ടൊരു 10 മണിയാകുമ്പോൾ പ്രോഗ്രാം നിർത്തണം? കാരണം പല കലാകാരന്മാർ ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ലക്ഷക്കണക്കിന് കലാകാരന്മാരുള്ളത്. ക്ഷേത്രകല മുതൽ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ഗാനമേള, കഥാപ്രസംഗം, നാടകം, ഇങ്ങനെയുള്ളവർക്കൊക്കെ 10 മണി വരെ സമയമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ചാലഞ്ചാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ വലിയ കാര്യമായിരുന്നു, കലാകാരന്മാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും. 2 കാര്യം. ഒന്ന്, ഈ തിരുവനന്തപുരത്തുണ്ടായ സംഭവം, മൈക്ക് ഓപ്പറേറ്ററെ ആക്രമിച്ചു എന്നുള്ള സംഭവം ഗൗരവതരമായി ഇടപെടാം. ഇന്ന് തന്നെ DGP ആയിട്ട് വിളിച്ച് സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ബാറ് 12 മണി വരെ തുറക്കാം, പരിപാടി 10 മണി വരെ പാടുള്ളൂ എന്ന് പറയുന്നതിനെക്കുറിച്ച് വലിയ ആക്ഷേപം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ടതാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടി അവിടുത്തെ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ 8 മണി 9 മണി കഴിയും. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. വലിയ പരാതിയാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു സംശയം ആ കാര്യം വേണ്ട. കേരളത്തിലെ ഇത്തരം പരിപാടികൾ നടക്കേണ്ടത് അങ്ങനെ ഉത്സവപ്പറമ്പുകളിലും പെരുന്നാൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് കലാപരിപാടികളും കാര്യങ്ങളും നടക്കേണ്ടത്. അവർക്ക് പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. പിന്നെ ഏറ്റവും രസകരമായ കാര്യം, ഈ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഘാടകരെ അല്ല പോലീസ് ഇത് ചെയ്യുന്നത്, ഈ മൈക്ക് ഓപ്പറേറ്ററുടെ സാധനം മുഴുവൻ എടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് 6 മാസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുകയാണ്. ഈ പാവങ്ങളുടെ ഉപജീവന മാർഗമാണ്. അത് അവിടെ നിന്ന് തുരുമ്പെടുത്ത് പോവുകയാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. കാരണം ഈ 10 മണി കഴിഞ്ഞ് പരിപാടി പോയാലും മൈക്ക് ഓപ്പറേറ്റർ അല്ല അതിന് ഉത്തരവാദി, സംഘാടകരാണ്. സംഘാടകർക്കെതിരെയാണ് അങ്ങനെയാണെങ്കിൽ നടപടിയെടുക്കേണ്ട നിയമം അനുസരിച്ചിട്ട്. മൈക്ക് ഓപ്പറേറ്ററുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള വ്യാപകമായ പരാതി വന്നിട്ടുണ്ട്. ഈ 2-3 കാര്യങ്ങളിലും ഗൗരവതരമായി ഇടപെടുകയും നമ്മുടെ തീരുമാനം അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ വാക്കുകാരാണ്. അങ്ങ് ഈ പരിപാടിയിൽ വന്നതിലുള്ള പ്രത്യേകം നന്ദിയും കൂടി ഞാൻ പറയാം. തീർച്ചയായിട്ടും.